ക്രിസ്മസ് സ്പെഷ്യൽ സീരീസിൻ്റെ ഡേ 3 വീഡിയോ നമുക്കൊരു ബ്രേസ്ലെറ്റ് ചെയ്ത് നോക്കിയാലോ. ഡേ 1 ഡേ 2 ആയിട്ട് 2 വീഡിയോസ് കൂടി ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ വേഗം പോയി കണ്ടോളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കോപ്പർ കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളറിലെ കമ്പി വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റാണ് ചെയ്ത് നോക്കുന്നത്. അതിന് സെയിം ലെങ്ത്തിൽ 2 കമ്പികൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് രണ്ടും ചേർത്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചുറ്റിച്ചു കൊടുക്കുക. ഇതിനെ 4 സെക്ഷനായിട്ട് തിരിക്കുക. നടുക്കുള്ള 2 കമ്പികൾ ചേർത്ത് പിടിച്ചിട്ട് ഒരു മുത്ത് കോർത്ത് കൊടുക്കുക. മുത്ത് കോർത്തതിന് ശേഷം നടുക്കുള്ള കമ്പികളെ രണ്ടും പുറത്തോട്ട് മാറ്റി പുറത്ത് നിൽക്കുന്ന 2 കമ്പിയെയും കൂടി ചേർത്ത് പിടിച്ചിട്ട് അടുത്ത് വീണ്ടും ഒരു മുത്തിട്ട് കൊടുക്കുക. ഡൗട്ട് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. എന്നിട്ടും ഡൗട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിലും ചെയ്ത് കാണിക്കാം കേട്ടോ. ഇഷ്ടമുള്ള കളറിലും സൈസിലും ഉള്ള മുത്തുകൾ വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ക്രിസ്മസ് തീം ആയതുകൊണ്ടാണ് ഞാൻ റെഡും വൈറ്റും ചൂസ് ചെയ്തത്. നടുക്ക് വരുന്ന 2 കമ്പികളെയും ചേർത്ത് പിടിച്ചിട്ട് ഒരു മുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് ആ 2 കമ്പിയെയും പുറത്തോട്ട് മാറ്റിയിട്ട് പുറത്ത് നിൽക്കുന്ന 2 കമ്പികളെയും അകത്തോട്ട് ചേർത്ത് പിടിച്ചിട്ട് അടുത്ത് അത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു മുത്തിട്ട് കൊടുക്കുക. ഇതാണ് കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിന് ഈ സെയിം പ്രോസസ്സ് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുക. 0.5 mm കമ്പിയാണ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് കട്ടിയുള്ള കമ്പിയാണെങ്കിൽ ചിലപ്പോൾ നമുക്കിത് വളച്ച് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിന് എടുത്തിട്ട് ലാസ്റ്റ് വരുന്ന പോർഷൻസ് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക. ഈ കാണുന്ന രീതിയിൽ ഒന്ന് ചുറ്റി കൊടുക്കുക. അതൊന്ന് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി വരുന്ന ബാലൻസ് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയും. ഒരു ഹോള് കൂടി ഇടണം കേട്ടോ. എങ്കിലേ നമുക്ക് ഫിഷ് ഹൂക്ക് കൂടി ഇടാൻ വേണ്ടിയിട്ടാണ്. ഒരു ഹോള് കൂടി ഇട്ടിട്ട് വേണം നമ്മളത് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് ചുറ്റിയെടുത്തിട്ട് കട്ട് ചെയ്ത് കളയുക ചെയ്യുന്നത്. ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഒരു കമ്പിയുടെ പീസ് വെച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ റെഡ് കളർ മുത്തുകൂടി അതിൽ കോർത്തിട്ട് അതിലൊരു ഹാങ്ങിങ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹാങ്ങിങ് ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെയിനിൽ കോർത്തിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു സ്റ്റാർ കൂടി അതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, നിങ്ങൾ വീട്ടിൽ സ്റ്റാറൊക്കെ ഇട്ടോ? ക്രിസ്മസ് അല്ലേ, പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയോ? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ സ്റ്റാർ മാത്രമേ ഇടാറുള്ളൂ. ഇപ്പോൾ പിന്നെ എവിടെ നോക്കിയാലും റെഡിമെയ്ഡായിട്ട് പുൽക്കൂടൊക്കെ കിട്ടുമല്ലോ. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതും റെഡിമെയ്ഡ് വാങ്ങുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതൊരു രസമാണ് അതിങ്ങനെ ഉണ്ടാക്കുന്നത് എല്ലാവരുമായിട്ട് ഒത്തുചേർന്നിട്ട്. അപ്പം നമ്മുടെ ബ്രേസ്ലെറ്റ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാൻ മറക്കല്ലേ. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. താങ്ക് യു ഓൾ.